ഹലോ എവരിവൺ, ഷൈൻ രാജു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കാട്ടിലോട്ടാണ്. കാടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയൊരു ഫോറസ്റ്റ് അല്ല. ഇവിടെ അൽ നക്കീൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. അതെന്ന് പറയുമ്പം തായിഫ് ടൗണിൽ നിന്നിട്ട് ഒരു 24 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 30 മിനിറ്റ് വിടുന്ന് ഡ്രൈവ് ചെയ്യണം. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരുപാട് വൃക്ഷങ്ങൾ, ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഔഷധ സസ്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഒരു ഫോറസ്റ്റിൽ. അതുപോലെ തന്നെ അവിടെ എന്ന് പറയുമ്പം അടിപൊളി കുറേ റെസ്റ്റോറൻറ്റ്സ് കുറേയല്ല, അത് അറബിക് ഫുഡ്, ചൈനീസ് ഫുഡ്, യൂറോപ്യൻ ഫുഡ്, അങ്ങനെയുള്ള എല്ലാ തരം ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അലൗഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അകത്ത് ടെൻ്റ് അടിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കപ്പിൾസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അവിടെ ടെൻ്റ് അടിച്ച് നമുക്ക് അവിടെ താമസിക്കാനുള്ള ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാ കാര്യവും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞിട്ട് പോകാനാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ക്ലൈമറ്റ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ട്. പക്ഷേ ചൂട് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നൊരു ചൂടാണ്. ഇത് ചൂടേ അല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ്. അതുപോലെ തന്നെ കോബാർ, ദമാം, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്ന പ്ലേസ് അവിടെയാണ്. അപ്പം അവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എത്ര 48 ഡിഗ്രി സെൽഷ്യസിൽ വരെ ഇപ്പോൾ ചൂട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഒരു അംശം പോലും ഇവിടെ ഇല്ല. കാരണം എൻ്റെ ദൈവമേ, നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ല ശരിക്കും പറയുക. അപ്പം ഇനിയിപ്പം എന്തായാലും ഒരു വൈകിട്ട്, ഇപ്പോൾ സമയം ഒരു 3:30 മണിയാണ്. വൈകിട്ട് ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ് അൽ നക്കീൽ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്ക്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് അറൗണ്ട് ഒരു 1986 സ്റ്റാർട്ടായതാണ് കേട്ടോ. ആണ്, അത്രയും വർഷം പഴക്കമുണ്ട്. അപ്പം ഇവിടുത്തെ മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പം നല്ല ഫുഡ്, നല്ല ക്വാളിറ്റി ഫുഡായിരിക്കും കിട്ടുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ. കാരണം ഒന്നും അവർ വെളിയിൽ നിന്ന് എടുക്കുന്നതല്ല. കാരണം എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു ഫുഡല്ല. പക്ഷേ നല്ല ഫുഡ് ക്വാളിറ്റി നല്ലതാണ്. അപ്പം ഫുള്ള് നല്ല രസമുണ്ട് ഗൈസ്. അപ്പം ഈ രണ്ട് സൈഡിൽ ഈ ഒരു കാടിനകത്തോട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒന്നും പറയാ, ഈ ഒരു ആംബിയൻസ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങോട്ട് പോകും, ഇഷ്ടംപോലെ വഴികളൊക്കെ. കോഫി വാങ്ങിച്ചിട്ടുണ്ടാവുന്നിരിക്കും. ഒരു ആംബിയൻസ് മോഡൽ അവിടെ കോഫി കൂടെ ഉണ്ട്. കൊള്ളാല്ലേ? ഇത് എന്ത് രസം പൊന്ന. ഇത് ഗാർഡനാ പൊന്ന.
സൂപ്പർ മണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗാർഡൻ അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ആട്ടോ. ശരിക്കും ഒരു നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് മൊത്തം. ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഫുള്ള് ഒരു വിൻ്റർ ടൈമിൽ ശരിക്കും ഗൈസ് ഇതൊരു ശരിക്കും സൗദി അറേബ്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കാരണം ഒരു നാച്ചുറാലിറ്റി ഭയങ്കരമായിട്ട്, ഒരു നല്ല ഫ്രഷ്നെസ്, നല്ല ഫ്ലവേഴ്സിൻ്റെ മണം, അങ്ങനെ ഒരുപാട് രസമുണ്ട് കാണാൻ. ഗൈസ് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഇതൊരു സൗദി അറേബ്യയിൽ ഒരു സ്വർഗമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഒരു ഇത്രയും നാളായിട്ട് ഇങ്ങനൊരു ആംബിയൻസ് ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സൗദിയിൽ. ഇത് ഫുള്ളായിട്ടൊരു ചൂടിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ വെതറേ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നന്നായിട്ട് തണുക്കുന്നുണ്ട്, നന്നായിട്ട് നല്ല തണുത്ത ഒരു ക്ലൈമറ്റ് ഇപ്പം. കാരണം ഇത് നമ്മുടെ റോഡിൻ്റെ അവിടുന്ന് ഒരു 2-3 റിംഗ് റോഡുണ്ട്. ആ റിംഗ് റോഡ് ഇറങ്ങിയാണ് നല്ലൊരു ഡെപ്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റോഡൊക്കെ നല്ലൊരു കുറച്ച് ഹൈറ്റിലായിരിക്കും റോഡ് മൊത്തം പോയേക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലം ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേനെ. അപ്പോൾ തായിഫിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആൾക്കാരാരെങ്കിലും ഈ ഒരു സ്ഥലം കാണണമെന്നുണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വന്ന് കാണുക. ഫാമിലിയായിട്ടൊക്കെ വരാൻ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാരണം ഇവിടെ ആണെങ്കിൽ ഫുള്ള് ടേബിൾസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരുപാട് കോഫി ഷോപ്പുണ്ട്, ശിഷയുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. കാരണം ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കാനും ഒരു രസമാണ്. ഇത് രാത്രി 2 വെളുപ്പാങ്കാലം 3 മണി വരെ ഉണ്ട് ഇത് ഓപ്പൺ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നിങ്ങളെ വേറൊരു സ്ഥലത്തോടെ ഞാൻ കൊണ്ടുപോകാം. ഇതൊക്കെ ഭയങ്കര നാച്ചുറൽ ഗ്രാസാണ് കേട്ടോ. ഫുള്ള് ഇതെല്ലാം വന്നേക്കുന്നത് എല്ലാം നാച്ചുറലാണ്. ശരിക്കും നമ്മുടെ കണ്ടത്തിലെ കയ്യാലപ്പുറത്ത് ചവിട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇത് ജമന്തിപ്പൂവ്. ഓക്കെ, ജമന്തിപ്പൂവൊക്കെ ഞാനിവിടെ അടിപൊളി. ഇതൊരു പഴയൊരു കിണറാട്ടോ. പഴയൊരു കിണറ്റിൽ നിന്ന് വെള്ളം പോകുന്നൊരു സംഭവമാണ്. അതേപോലെ ഗൈസ് ദേ ഇവിടെ നമ്മുടെ ഫ്രഷ് മൾബറിയൊക്കെ ഇതേ കണ്ടോ, മൾബറിയൊക്കെ ഉണ്ട് ഇവിടെ. ദേ ഫ്രഷ് മൾബറി, അതുപോലെ തന്നെ അത്തിപ്പഴം, പിന്നെ ഒലിവ്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് തന്നെ ഇതിനകത്തുണ്ട്. ഓറഞ്ച്, ചെറുനാരങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്.
ഇത് ശരിക്കും ഇത് ഏക്കർ കണക്കിന് കിടക്കുക ഇവിടെ. ഇത് കണ്ടോ, നമ്മുടെ അനാറിൻ്റെ ഒരു സൈഡാണിത്. പിന്നെ അത്തിപ്പഴം, പിന്നെ അതേപോലെ തന്നെ ഗ്രേപ്പിൻ്റെ ഒരു ചെറിയൊരു ഷെഡ് അപ്പുറത്തുണ്ട്, ഗ്രേപ്പ് വളർത്തിയിട്ടേക്കുന്നതിൻ്റെ. പക്ഷേ ശരിക്കും ഇതൊരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ, അടിപൊളിയായിട്ട്. ഇവിടെ മൃഗങ്ങളും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഗൈസ്, ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള, പണ്ട് ട്രഡീഷണലായിട്ട് സൗദികൾ ഹുക്ക വലിക്കുന്ന ഒരു ശിക്ഷയാണിത്. ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇത് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫുള്ള് ഓപ്പൺ റെസ്റ്റോറൻറ്റ്സാണ്. കാരണം നമ്മൾ ശരിക്കും ഒരു ഫോറസ്റ്റിനകത്ത് ഇരുന്ന് കഴിക്കുന്നൊരു ഫീലാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇവിടുന്ന് പോകാമെന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുക. ഇവിടെ വരുന്നത് കൂടുതലും ടൂറിസ്റ്റേഴ്സാണ്, ജോർദാനീസ്, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ്, അങ്ങനെയുള്ള ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 2 മണി വരെ അലൗഡാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് നമുക്ക് ഫ്രഷ് ഹണി കിട്ടും. ഇവിടെ തന്നെ ഇവർ ഹണി ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രഷ് ഹണിയാണ് കേട്ടോ. ഹണി, അതേപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ നമുക്കിവിടെ കിട്ടും ഇഷ്ടം പോലെ. അപ്പം ഡെയിലി വരുന്നേക്കാളും കുറച്ചും കൂടെ ഒരു നല്ലതെന്ന് പറയുമ്പം നൈറ്റിലത്തെ ഈ ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി പതുക്കെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാൻ നോക്കുകയാണ്. അപ്പം ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ അടുത്ത വട്ടം പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇനി കാണുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ്, ഷൈൻ രാജു വ്ളോഗ്സ്. ബൈ.